പണിമുടക്കിത മണിക്കൂറുകൾ പിന്നിടുമ്പോൾ നമുക്ക് നോക്കാം എന്താണ് സംസ്ഥാനത്തെ സാഹചര്യമെന്ന് നോക്കാം. സംയുക്ത ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് തുടരുകയാണ്. കേന്ദ്രത്തിന്റെ പുതിയ തൊഴിൽ കോഡുകൾ തൊഴിലാളി വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സംയുക്ത ദേശീയ പണിമുടക്ക് നടക്കുന്നത്. CITU, ATUC, INTUC തുടങ്ങിയ തൊഴിലാളി സംഘടനകളൊക്കെ ദേശീയ പണിമുടക്കിന്റെ ഭാഗമാണ്. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളും പണിമുടക്കിന്റെ ഭാഗമായി ഇവർ ഉയർത്തുന്നുണ്ട്. വിവരങ്ങളുമായി മലപ്പുറത്തു നിന്ന് ജംഷീർ കൊടിഞ്ഞിയാണ് ചേരുന്നത്. ജംഷീർ, നേരത്തെ നമ്മൾ ഓരോ ജില്ലകളിലെ സാഹചര്യങ്ങൾ പരിശോധിച്ചു. തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോടും ഒക്കെ ഏറെക്കുറെ പണിമുടക്ക് പൂർണ്ണമാണ് എന്ന് പറയാം. രാവിലെ ഒരുപാട് പേർ റെയിൽവേ സ്റ്റേഷനിലൊക്കെ യാത്രക്കാരൊക്കെ എത്തി പോകാനായി ബുദ്ധിമുട്ടുന്നതൊക്കെ നമ്മൾ കണ്ടു. മലപ്പുറത്ത് എന്താണ് സ്ഥിതി? സ്വകാര്യ വാഹനങ്ങൾ ഏറെക്കുറെ നിരത്തിലുണ്ടോ? ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കടകളൊക്കെ തുറക്കാൻ സാധ്യതയുണ്ടോ? ദിവ്യ, മലപ്പുറത്ത് പണിമുടക്കിൽ കടകമ്പോളങ്ങളെല്ലാം തന്നെ അടഞ്ഞു കിടക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം 8 മണിയാവുന്നതോടുകൂടി തന്നെ സാധാരണ തുറക്കേണ്ട കടകളൊക്കെ ഉണ്ട്. മാത്രമല്ല പല കടകളും ഈ KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്തൊക്കെ 24 മണിക്കൂർ തുറക്കുന്ന കടകളൊക്കെ ഉണ്ട്. അതെല്ലാം തന്നെ അടഞ്ഞു കിടക്കുകയാണ് എന്നുള്ളതാണ്. എന്നാൽ നിരത്തുകളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നിരത്തിൽ സ്വകാര്യ വാഹനങ്ങളും ഇരുചക്ര വാഹനങ്ങളും ഒക്കെ നിരത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഈ തൊഴിലാളി നേതാക്കളുടെ നേതൃത്വത്തിൽ ഇവിടെ വാഹനങ്ങൾ തടഞ്ഞ് അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് ഒഴിവാക്കി വിടാനുള്ള ഒരു സാഹചര്യവും ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ പൊതുവെ വിജനമാണ്. ഒരു കടകമ്പോളങ്ങളൊക്കെ തന്നെ അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ പണിമുടക്ക് സമയത്തൊക്കെ ചില KSRTC ബസ്സുകളൊക്കെ സർവീസ് നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ തോന്നുന്നു. ഈ മലപ്പുറം KSRTC ബസ് സ്റ്റാൻഡ് നിറയെ KSRTC ബസ്സുകളാണ് ഉള്ളത്. ഒന്നും തന്നെ ഓടുന്നില്ല എന്നുള്ളതാണ്. ചില വാഹനങ്ങൾ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ തടഞ്ഞ് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് അവരെ വിടുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും പണിമുടക്ക് ആരംഭിച്ചപ്പോൾ തന്നെ മലപ്പുറം നഗരത്തെ സംബന്ധിച്ചിടത്തോളം പണിമുടക്ക് പൂർണ്ണമാണ് എന്നുള്ളത് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. വാഹനങ്ങൾ തടയുന്നുണ്ടോ? വാഹനങ്ങൾ ഞങ്ങള് പറഞ്ഞിട്ട് വിടുകയാണ്. വാഹനങ്ങൾ തടഞ്ഞു നിർത്തണമെന്നില്ല. എല്ലാവരും സംയുക്തമായിട്ട് എല്ലാവരും ക്ലിയർ ആണ്. റോഡ് ക്ലിയർ ആണ്. നിങ്ങൾ കാണുന്നില്ലേ? ഇപ്പോ വന്ന ഹോസ്പിറ്റലിലാണ് അതൊക്കെ നമ്മൾ വിടും. കടകളൊക്കെ അടഞ്ഞു കിടക്കാണല്ലോ? തീർച്ചയായിട്ടും എല്ലാം അടഞ്ഞു കിടക്കും. ഈ പ്രകടനം എപ്പോഴാണ്? 9:30 മണിക്ക്. ഏതായാലും ജനങ്ങൾ ഈ പണിമുടക്കിനോട് സഹകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് തൊഴിലാളി സംഘടനാ നേതാക്കളൊക്കെ പറയുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഇപ്പം ഈ ദൃശ്യങ്ങളിൽ കാണാൻ KSRTC ബസ്സുകളെല്ലാം തന്നെ ഇവിടെ നിൽക്കുകയാണ്. ഒരു വാഹനങ്ങളൊന്നും തന്നെ സർവീസ് നടത്തുന്നില്ല എന്നുള്ളതാണ്. വാഹനങ്ങൾ സർവീസ് നടത്താൻ തൊഴിലാളികൾ സർവീസ് നടത്തണമെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും തൊഴിലാളികൾ അതിന് തയ്യാറാവുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നഗരത്തിൽ കടകമ്പോളങ്ങളെല്ലാം തന്നെ അടഞ്ഞു കിടക്കുകയാണ്. മറ്റു സ്വകാര്യ വാഹനങ്ങളൊക്കെ ഓടുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇരുചക്ര വാഹനങ്ങളും കാറുകൾ ഉൾപ്പെടെയുള്ള സ്വകാര്യ വാഹനങ്ങളൊക്കെ ഓടുന്നുണ്ട്. എന്നാൽ മറ്റു പൊതുഗതാഗതം എല്ലാം തന്നെ പൂർണ്ണമായും ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ മറ്റു മേഖലകളെയൊക്കെ തന്നെ ഈ പണിമുടക്ക് ബാധിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മലപ്പുറത്തുനിന്ന് പറയാൻ കഴിയുന്നത്. ഈ ആദ്യത്തെ മണിക്കൂറുകളിൽ മലപ്പുറത്ത് പണിമുടക്ക് പൂർണ്ണമാണ് എന്ന് തന്നെ പറയാൻ കഴിയും. ദിവ്യ.